ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊന്നുമല്ല, ഒരു കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ട് അഞ്ചാറ് ടോപ്പിക്സാണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാർസ് പ്രൊജക്റ്റാണ്. എന്താണ് സ്റ്റാർസ് പ്രൊജക്റ്റ്? സോ സ്റ്റാർസ് എന്ന് വെച്ചാൽ സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ്? സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തനിങ്, ടീച്ചിങ്, ലേണിംഗ് and results for state. സോ നമ്മൾ സ്റ്റാർസ് പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന മീൻ ചെയ്യുന്ന വെച്ചാൽ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഇൻ ദിസ് പ്രൊജക്ട് വാട്ട് ദേ ആർ ഗോണ ഡു ഇസ് ദാറ്റ് ദേ ആർ ഗോണ സ്ട്രെങ്തൻ ദ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ദ റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്. സോ STARS. സോ ഇതങ്ങനെയാണ് സ്റ്റാർസ് എന്ന പേര് വന്നത്. സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്. അപ്പോൾ നമുക്കറിയാം, അതായത് ഇപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഓരോ സ്റ്റേറ്റ്, ഇപ്പോൾ തമിഴ്നാടിൻ്റെ എഡ്യൂക്കേഷൻ നോക്കുവാണെങ്കിലും കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം വളരെ ബാക്ക്വേർഡിലുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്, വളരെ ഫ്രണ്ടിലുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്. സോ വാട്ട് വി ആർ ഗോണ ഡു ഈസ് വാട്ട് വി ആർ ഗോണ ലെവൽ പ്ലേ ദ ഫീൽഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാർസ് പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. ഇറ്റ് സീക്സ് ടു സപ്പോർട്ട് ദ സ്റ്റേറ്റ്സ് ഇൻ ഡെവലപ്പിംഗ്, ഇംപ്ലിമെൻറ്റിംഗ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ഇൻ്റർവെൻഷൻസ് വിത്ത് direct linkages to improved education outcomes and school to work transition strategies for improved labor market outcomes. ഇപ്പോൾ നമ്മളറിയപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾക്ക്, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതാണ് ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രീന് വേണ്ട സ്കിൽ സെറ്റ്സ് ഇവർക്ക് ഉണ്ടാവത്തില്ല. സോ ദേ ഹാവ് ടു അണ്ടർഗോ 6 month or 1 year ട്രെയിനിങ് ഒക്കെ പോയിട്ട് വേണം പിന്നെ ഇൻഡസ്ട്രിയിൽ അവരെന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഒരു സ്കിൽസിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പും കൂടെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റാണിത്. ഓക്കെ. സോ ഓവറോൾ ഫോക്കസ് ആൻഡ് കമ്പോണൻസ് സ്റ്റാർസ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പോളിസിയാണ്. സോ ആ പോളിസിയുമായിട്ടാണ് ഇത് അലൈൻ ചെയ്ത് പോകുന്നത്. ക്വാളിറ്റി ബേസ്ഡ് ലേണിംഗ് ഔട്ട്കംസ്. എന്താണ് ക്വാളിറ്റി ബേസ്ഡ് ലേണിംഗ് ഔട്ട്കംസ്? സോ ക്വാളിറ്റി ബേസ്ഡ് ലേണിംഗ് ഔട്ട്കംസിനെ ബേസ് ചെയ്തിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അണ്ടറിൽ വരുന്ന ക്വാളിറ്റി ബേസ്ഡ് ലേണിംഗ് ഔട്ട്കംസിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റാർസ് പ്രൊജക്റ്റിനെ പറയാം. സോ ഇതെന്ന് പറയുന്നത് 6 സ്റ്റേറ്റാണ് ഇപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് നമുക്കറിയാം. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ്സിനെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശ്, പിന്നെ ഏതാണ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരള, ഒഡീഷ. ഓക്കെ. സോ നിങ്ങളായിരിക്കും കേരള ലിറ്ററസിയിലൊക്കെ മുന്നിലല്ലേ. സോ ലിറ്ററസിയും എഡ്യൂക്കേഷനും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ലിറ്ററസി ഞാൻ എഴുതാനും വായിക്കാനും അറിയാം, അതാണ്. ഓക്കെ. അത് ദാറ്റ്സ് ഡിഫറെൻറ്റ്, ഹ്യൂജ് ഡിഫറെൻ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വേറെയാണ്. നമ്മൾ ലിറ്ററസി മാത്രം വെച്ച് നമുക്ക് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അളവ് കോല് വെച്ച് നമുക്ക് അളക്കാൻ സാധിക്കില്ല. സോ ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരള, ഒഡീഷ, ഇങ്ങനെ 6 സ്റ്റേറ്റിലാണ് ഈ സ്റ്റാർസ് പ്രൊജക്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് 2 മേജർ കമ്പോണൻസ് ആണ് ഉള്ളത് നമ്മുടെ സ്റ്റാർസ് പ്രൊജക്റ്റിന്. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പോൾ 2 മേജർ സംഭവങ്ങളാണുള്ളത് സ്റ്റാർസ് പ്രൊജക്റ്റിന്. ഒന്നെന്ന് പറയുമ്പോൾ നാഷണൽ ലെവൽ, രണ്ടാമത്തത് സ്റ്റേറ്റ് ലെവൽ. സോ നാഷണൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ നാഷണൽ ഡാറ്റാ സിസ്റ്റംസ്. ഓക്കെ. നാഷണൽ ഡാറ്റാ സിസ്റ്റം എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ്, PGI, പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ്. അപ്പോൾ ആ ഇൻഡെക്സ് വഴി ഓരോ സ്റ്റേറ്റിനെയും ഇൻസെൻറ്റീവ് കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ 3-4 സ്റ്റേറ്റ്സ് എടുത്തിട്ട് ഈ സ്റ്റേറ്റ്സ് ഇത്രയും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അതായത് ഇപ്പോൾ 80% ഇമ്പ്രൂവ് ആവുമെന്ന് പറഞ്ഞെങ്കിൽ അതിന് എബവ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്സ് ഇത്ര ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ സോ ഹൗ ക്യാൻ ദേ ഡു ഇറ്റ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇൻഡെക്സ് വെച്ചിട്ട് അതിനെ ഇൻഡെക്സ് വെച്ച് കൊടുത്തിട്ട് ആ ഇൻഡെക്സ് അനുസരിച്ചിട്ട് ഓരോ സ്റ്റേറ്റിനും ഇൻസെൻറ്റീവ് കൊടുക്കും. അപ്പോൾ ഇൻസെൻറ്റീവ് സ്റ്റേറ്റ് കൊടുക്കുമ്പോൾ ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ഫണ്ടായിട്ടാണ് കൊടുക്കുന്നത്. സോ ആ ഫണ്ട് വെച്ച് അവർക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് ചേഞ്ച് വരുത്താം അല്ലേ. സോ നാഷണൽ ലെവലിൽ 2 പറഞ്ഞു. ഏതൊക്കെയാണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ നാഷണൽ ഡാറ്റാ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രെങ്തൻ ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ സ്റ്റേറ്റ്സ് പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് ഉണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് സ്കോഴ്സ് വെച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റേറ്റിനെയും ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ പോവുകയാണ്. അടുത്തതെന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ വരുന്ന അടുത്തെന്ന് പറയുന്നത് ഒരു നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ, പരാഖ് എന്ന് പറയുന്ന ഒരു നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ എന്ത് ചെയ്യാണ്, കൊണ്ടുവരാണ്. സോ പരാഖ് എന്ന് വെച്ചാൽ
പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. എന്തൊക്കെയാണ്? പെർഫോമൻസ്, അസസ്മെൻറ്റ്, റിവ്യൂ, പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ, പിന്നെന്താണ്? അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. സോ പരാഗ് എന്ന് പറയുന്ന ഒരു പുതിയൊരു നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുവരികയാണ്. എന്താണ്? നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുവരികയാണ്. സോ അങ്ങനെ ഒരു സെൻറ്ററും കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടിൻജൻസി എമർജൻസി റെസ്പോൺസ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഇതിൽ വരുന്നുണ്ട്. CERC. ഓക്കെ, CERC എന്ന് വെച്ചാൽ കണ്ടിൻജൻസി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമ്മൾ ഇതില്ലേ, അതിന് കണ്ടിൻജൻസി. അപ്പോൾ കണ്ടിൻജൻസി സമയത്ത് എമർജൻസി റെസ്പോൺസ് സിസ്റ്റവും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കണ്ടിൻജൻസി എമർജൻസി റെസ്പോൺസ് കമ്പോണൻറ്റും കൊണ്ടുവരുന്നുണ്ട് നാഷണൽ ലെവലിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റർ വരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ കൊറോണ വന്നില്ല, സോ അതേപോലെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ആ രീതിയിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി CERC എന്നൊരു കമ്പോണൻറ്റും നാഷണൽ ലെവലിൽ വരുന്നു. സോ നാഷണൽ ലെവലിൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഡാറ്റാ സിസ്റ്റം, നാഷണൽ ഡാറ്റാ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യുക. രണ്ടെന്ന് പറയുന്നത് പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ്. സ്റ്റേറ്റ്സിന് പെർഫോമിംഗ് ഗ്രേഡിംഗ് ഇൻഡെക്സ് ഉണ്ട്. സോ ഈ പെർഫോമിംഗ് ഗ്രേഡിംഗ് ഇൻഡെക്സ് വഴി നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പ്രൂവ് ചെയ്യുക. അത് ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റേറ്റ്സിന് ഇൻസെൻറ്റീവ് കൊടുക്കും. അടുത്തതെന്ന് പറയുന്നത് നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ, പരാഗ് എന്ന് പറയുന്ന നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുവരികയാണ്. സോ പരാഗ്, P ഫോർ പെർഫോമൻസ്, A ഫോർ അസസ്മെൻറ്റ്, R ഫോർ റിവ്യൂ, A ഫോർ അനാലിസിസ്, K ഫോർ നോളജ്, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ അതാണ് പരാഗ്. പിന്നെ നമ്മൾ അതിൽ കൊണ്ടുവരുന്നതാണ് കണ്ടിൻജൻസി എമർജൻസി റെസ്പോൺസ് കമ്പോണൻറ്റ്. സോ CERCയും ഇതിൻ്റെ നാഷണൽ ലെവലിൽ വരുന്നു. ഇനി സ്റ്റേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞതാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അല്ലേ? ECE എന്ന് പറയും. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനാണത്. സോ ആ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്സിന് കിട്ടും. അതായത് സെൻട്രൽ ലെവലിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യും? ഹെൽപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലേണിംഗ് അസസ്മെൻറ്റ് സിസ്റ്റം, സോ ECE, പിന്നെ ലേണിംഗ് അസസ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഓരോ സ്കൂളിലും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളും അതിന് വേണ്ടി കരിയർ ഗൈഡൻസും എല്ലാം സ്റ്റേറ്റ് ലെവലിൽ കൊടുക്കുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു PM e-വിദ്യ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ PM e-വിദ്യ എന്ന് പറയുന്നത് ഇസ് എ ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി മിഷൻ ആൻഡ് നാഷണൽ കരിക്കുലർ പെഡഗോഗിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. വേറെ ഒന്നുമില്ല, നമ്മുടെ കുട്ടികൾക്ക് എണ്ണാനും വായിക്കാനും ആ രീതിയിലുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ ഈ ന്യൂമറസി. ലിറ്ററസി എന്ന് പറയുന്നത് വായിക്കാനുള്ളത്, ന്യൂമറസി എന്ന് പറയുന്നത് ഈസ് ഫോർ നമ്പേഴ്സ് എണ്ണുന്നത്, നമ്പേഴ്സ് സബ്ട്രാക്ഷൻ അഡീഷൻ ഇതൊക്കെയാണ്. സോ ആ സംഭവങ്ങൾ വരുന്നതും കൂടെ ചേർത്തിട്ടുള്ള ഒരു നാഷണൽ കരിക്കുലർ ആൻഡ് പെഡഗോഗിക്കൽ ഫ്രെയിംവർക്ക് വരുന്നുണ്ട് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടി ഇത്രയും ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരുപാട് റിസർച്ചേഴ്സും സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ 3 to 6 ഇയേഴ്സിലാണ് ഒരു ചൈൽഡിൻ്റെ ഏറ്റവും ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. സോ അത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത്രയും ഫോക്കസ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവരുടെ ഭാവിയെ തന്നെ വളരെ പ്രതികൂലമായ അവസ്ഥയിൽ ബാധിക്കും. സോ നമ്മൾ ഇത്രയും കാലം അത് ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ അത് ഇനി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എൻവിസേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ഒരു സ്കീമും കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു മൾട്ടി ഇയർ ഫൈനാൻസിങ് ഫോർ ഇന്ത്യാസ് പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അസസ്മെൻറ്റ്, PISA എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ഓക്കെ, അതായത് പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ്. അതിൽ നമ്മുടെ ഇന്ത്യനെ കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം ഇന്ത്യ പിന്നിട്ട് നിന്നു. ഇന്ത്യ അതിൽ പങ്കെടുത്തില്ല. മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യനെ ഏറ്റവും ലോവസ്റ്റ് ലാസ്റ്റ് 5-6 കൺട്രി ആയിട്ട് റാങ്ക് ചെയ്ത് നമ്മൾ നിർത്തി. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ ഇനി അതിൽ മത്സരിക്കുന്നില്ല, ഞങ്ങൾ ഈ കളിയില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ എന്ത് ചെയ്യുന്നു? ഇന്ത്യ ഡിസൻറ്റ് പാർട്ടിസിപ്പേറ്റഡ്. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് അതിലേക്ക് PISA എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് വരാനും നമ്മുടെ PISA എന്ന് പറഞ്ഞ ആ ഒരു ഇൻഡെക്സിൽ നമ്മൾ മുന്നിലേക്ക് വരാനും ഇന്ത്യ ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ സ്റ്റാർസ് പ്രൊജക്ട്. സോ ഒന്നുകൂടെ പറയാം. സോ ഇറ്റ് ഈസ് ഫോർ സ്ട്രെങ്തനിങ്. ഓക്കെ, ഇറ്റ്സ് ഫോർ എന്തിനാണ്? സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ്.
അപ്പോൾ സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്സിൻ്റെ എഡ്യൂക്കേഷൻ്റെ റിസൾട്ട്സ് സ്ട്രെങ്തൻ ചെയ്യാനും ടീച്ച് ചെയ്യാനും ലേൺ ചെയ്യാൻ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് സ്റ്റാർസ് പ്രൊജക്ട്. സോ ഇത് നാഷണൽ ഗവൺമെൻറ് ക്യാബിനറ്റ് അംഗീകരിച്ച പ്രൊജക്റ്റാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 അണ്ടറിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, ക്വാളിറ്റി ബേസ്ഡ് ലേണിംഗ് ഔട്ട്കംസ്. ഇത്രയും കാലം നമ്മൾ പഠിപ്പിലെ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിലാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അവരുടെ റിസൾട്ട് ബേസ്ഡ് അല്ലെങ്കിൽ ഔട്ട്കം ബേസ്ഡ് നമ്മൾ എന്ത് ചെയ്തില്ല, വി ഹാവ് നോട്ട് എറ്റ് ഫോക്കസ്. സോ ആ ഒരു ഫോക്കസ് കൊണ്ടുവരുന്ന ഒരു ഡിഫറെൻറ്റ് പോളിസിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. സോ ആ ഒരു പോളിസി നിങ്ങളെല്ലാവരും വായിച്ചിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ 6 സ്റ്റേറ്റുകളാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരള ആൻഡ് ഒഡീഷ. അപ്പോൾ ഇതിൽ നാഷണൽ ലെവലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലും ഉണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. സോ അതുപോലെ തന്നെ PM e-വിദ്യ എന്നൊരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. അത് ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത ഇതിലേക്ക് പോവുകയാണ്. മിനിമം ഏജ് ഫോർ ഗേൾസ് മാരേജ്. സോ ഇതൊരു സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് കേട്ടോ, അതായത് സോഷ്യൽ ടോപ്പിക്സ് ആണ്. സോ ഗേൾസിന് ഒരു മാരേജിന് വേണ്ടി ഒരു മിനിമം ഏജ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. സോ നമുക്കറിയാം ചൈൽഡ് മാരേജ് ലോ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ഒരു ലോ ആണുള്ളത്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് PCMA 2006 ഇറങ്ങിയ ഒരു ലോ ആണ്. ആ ലോ എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്, 2006 ഇറങ്ങിയ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ആണ്. അതിലാണ് നമ്മുടെ വിമന് 18 വയസ്സും ഗേൾസിന് 21 ഇയേഴ്സ് എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ SBIയുടെ റിപ്പോർട്ട് പ്രകാരം മെയിൻ മാരേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓൾറെഡി 21 ഇയേഴ്സ് ആണ്. അതായത് 22.3 ഇയേഴ്സ് ആണ് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ, SBIയുടെ റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ. അപ്പോൾ PCMA എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ PCMAയുടെ ആക്ട് പ്രകാരം അണ്ടർ ഏജ് മാരേജ് എന്ന് പറയുന്നത് ഈസ് വാലിഡ്. അതായത് നമ്മളിപ്പോൾ ചൈൽഡ് മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ അല്ല എന്നല്ല പറയുന്നത്, അത് വാലിഡ് ആണ്. പക്ഷേ എന്ത് ചെയ്യുക, വോയിഡബിൾ ആണ്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വാലിഡ് ആണെന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു 2 പേര് കല്യാണം കഴിച്ചു, Aയും Bയും. ഓക്കെ, സോ Aക്ക് ആ സമയത്ത് 14 വയസ്സേ ഉള്ളൂ, Bക്ക് ആ സമയത്ത് 25 എന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ Aക്ക് പ്രായപൂർത്തിയായി 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തോന്നി ഞാൻ ആ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കോർട്ടിൽ പോയിട്ട് ആ കല്യാണം നടന്നിട്ടേ ഇല്ല എന്ന രീതിയിലാക്കാം. വോയിഡബിൾ എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ആ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് നമുക്ക് കോടതിയിൽ പോയി അവാർഡ് വാങ്ങാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു വാലിഡ് ബട്ട് വോയിഡബിൾ എന്ന് പറയുന്നത്. ആ ഒരു ഇൻ കേസ് ആ കുട്ടി 18 വയസ്സായിട്ടും വിചാരിക്കണം കുഴപ്പമില്ല കല്യാണം നടത്തും, ഓക്കെ പ്രശ്നമില്ല, ഇറ്റ് ഈസ് വാലിഡ് മാരേജ്. അപ്പോൾ ചൈൽഡ് മാരേജ് ഒരിക്കലും ഇന്ത്യയിൽ ഇല്ലീഗൽ അല്ല, ഇറ്റ് ഈസ് വാലിഡ് ബട്ട് ഇറ്റ് ഈസ് വോയിഡബിൾ. അതാണ് PCMA ആക്ട് പ്രകാരം. അത് മാത്രമല്ല, ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ലെങ്കിൽ പോലും അതിനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് PCMA ആക്ട്. അപ്പോൾ അത് ചിലപ്പോൾ ട്രാഫിക്കിംഗ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ എൻറ്റൈസ്മെൻറ്റ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഫ്രോഡ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഡിസീറ്റ് വഴിയായിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് അറ്റ് ദ ചോയ്സ് ഓഫ് ദി പേഴ്സൺ ഹൂ ഇസ് അണ്ടർ ഏജ്. ആ സമയത്ത് അണ്ടർ ഏജ് ആയിരുന്ന ആൾ മെച്യൂരിറ്റി ആകുമ്പോൾ തീരുമാനിക്കാം എനിക്ക് ഈ കല്യാണം ലീഗലാക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് പോസ്കോ ആക്ട് ആണ്. പോക്സോ ആക്ട് എല്ലാവർക്കും അറിയാം, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം പോക്സോ. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അതെന്ന് പറയുന്നത് സെക്ഷൽ അസാൾട്ട് ഓൺ ചൈൽഡിൻ്റെ മേലെ ഒരു സെക്ഷൽ അസോൾട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യാണ്, പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മാരേജ് വഴിയാണെങ്കിൽ പോലും അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്ഷൻ 375 ഓഫ് IPC, അത് ശരിക്കും പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് താഴെയുള്ള കുട്ടികളുടെ കൺസെൻറ്റ് ഇല്ലാതെയും കൺസെൻറ്റ് ഉണ്ടെങ്കിലും കൺസെൻറ്റ് ഇല്ലെങ്കിൽ കൂടി അതെന്താണ്, ഇറ്റ് ഈസ് എ റേപ്പ്. ഓക്കെ, അത് സെക്ഷൽ ആക്ട്സ് പീനലൈസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 375 ഓഫ് IPC. ഇനി ഈ സെക്ഷൻ 375 IPCയിൽ ഒരു എക്സംഷനാണ് ഏത്, ആണുങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് എന്താണ് 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഇഷ്യൂ അല്ല എന്ന രീതിയിലാണ് വന്നത്. പക്ഷേ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തായിരുന്നു സുപ്രീം കോർട്ട്. അപ്പോൾ അത് 2017 ഒരു കേസ് ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻറ്റ് തോട്ട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ. ആ ഒരു കേസിൽ ഈ ഒരു എക്സെപ്ഷനും കൂടെ എന്ത് ചെയ്തു, സുപ്രീം കോർട്ട് എടുത്ത് കളഞ്ഞു. സോ ചൈൽഡ് മാരേജ് ലോ എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ടും 3 നിയമങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006, അതിലാണ് ഈ 18 വയസ്സും 21 വയസ്സും പറയുന്നത്. മാത്രമല്ല ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത് വാലിഡ് പക്ഷേ വോയിഡബിൾ ആണ്. അതായത് ആരുടെയാണോ കൺസെൻറ്റ്, അല്ലെങ്കിൽ ആരായിരുന്നു ആ സമയത്ത് ഇമ്മെച്യൂർ ആയിരുന്നത്, അത് മെച്യൂർ ആയി കഴിഞ്ഞതിന് ശേഷം ഷീ ക്യാൻ ടെൽ ടു ഗോ ടു ദ കോർട്ട് ആൻഡ് മേക്ക് ഇറ്റ്സ്
ഇൻവാലിഡ് ഓർ ലീഗൽ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്കാവുന്ന രീതിയിൽ അത് പോകുന്നുണ്ട്. വോയിഡബിൾ എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ചാൽ ആ സംഭവം നടന്നിട്ടേ ഇല്ല എന്നൊരു രീതിയിലായിരിക്കും ആ സ്റ്റാറ്റസ് വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ 7 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് താഴെയുമായിട്ടുള്ള എന്താ പറയുക പീപ്പിൾ, അതായത് കുട്ടികളുമായിട്ട് നമ്മൾ കരാർ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എഴുതി വാങ്ങുകയാണെങ്കിൽ അത് വോയിഡബിളാണ്. മനസ്സിലായി? അത് ഇല്ലീഗലാണ്. ആ ഒരു കോൺട്രാക്റ്റ് നിൽക്കത്തില്ല. മനസ്സിലായില്ല? അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റ് ഒന്നും എഴുതി വാങ്ങാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് സ്വത്ത് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ പ്രോപ്പർട്ടിയോ അതൊന്നും നടക്കത്തില്ല. ആ രീതിയിലൊരു കൈൻഡ് ഓഫ് തിങ് ആണ് ഈ വാലിഡ് ബട്ട് വോയിഡബിൾ. ഓക്കെ, സോ അടുത്ത പിന്നെ അതിൻ്റെ വേറൊരു ആക്ട് വരുന്നത് പോക്സോ ആക്റ്റാണ്. ചൈൽഡ് ബിലോ ഏജ് ഓഫ് 18 years ആണ് അവരെ ചിൽഡ്രൻ ഹൂസ് ബീൻ അണ്ടർ എന്താ പറയുക സെക്ഷൽ അസോൾട്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ക്രിമിനൽ മാറ്റർ. അതേപോലെ തന്നെ 375 IPCയിലും ഇതേപോലെ പറയുന്നുണ്ട്. 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ സെക്ഷൽ അസോൾട്ട് ചെയ്യുകയാണെങ്കിൽ ഗേൾസിന് സെക്ഷൽ അസോൾട്ട് ചെയ്യുകയാണെങ്കിൽ വിത്ത് ഹെർ കൺസെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ് ഈസ് ക്രിമിനൽ കുറ്റം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ എക്സെപ്ഷൻ ഉണ്ടായിരുന്നു 375-ന്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്ത് വേണോ ചെയ്യാം. പക്ഷേ അത് സുപ്രീം കോടതി 2017 ഇൻഡിപെൻഡൻറ്റ് തോട്ട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൽ എടുത്ത് കളഞ്ഞു. സോ ഇതാണ് നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ചൈൽഡ് മാരേജ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടെ ഇഷ്യൂ വന്നതെന്ന് വെച്ചാൽ എനിക്ക് പ്രൈം മിനിസ്റ്റർ പറഞ്ഞായിരുന്നു വിമൻ്റെ ഏജ് വ്യത്യാസം വരുത്തുന്നുണ്ടെന്ന് മാരേജിന് വേണ്ടിയിട്ടുള്ള. സോ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മെയിൻസ് പെർസ്പെക്റ്റീവിൽ വാട്ട് യു ഹാവ് ടു റൈറ്റ് ഇസ് ലൈക്ക് ഏറ്റവും കൂടുതൽ മാരേജ്, അതായത് അണ്ടർ ഏജ് മാരേജ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നെക്സ്റ്റ് ജനറേഷനാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ചൈൽഡിന്, അതായത് അണ്ടർ ഏജ് ആയിട്ടുള്ളൊരു വിമനാണ് കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ ചിലപ്പോൾ അതിൽ എന്താ പറയുക അണ്ടർ ന്യൂട്രീഷൻ ആയിരിക്കും കുട്ടിക്ക്, ജനിക്കുന്ന കുട്ടിക്ക് അണ്ടർ ന്യൂട്രീഷൻസും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും വരുന്ന ചാൻസസ് ആർ വെരി ഹൈ. മാത്രമല്ല ഒരു എന്താ പറയുക ഒരു ഗേൾ ചൈൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആസ് എ ബേസിക് ഹ്യൂമൻ ബീങ്ങിൻ്റെ കൺസിഡറേഷൻ പോലും കൊടുക്കാതെ ദേ ആർ ബീങ് സബ്ജക്റ്റഡ് അണ്ടർ ക്രൂവൽ എന്താ പറയുക മിസ് ട്രീറ്റ്മെൻ്റ് ആണ് അല്ലേ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ വിമൻ ആർ ബീങ് അണ്ടർ മിസ് ട്രീറ്റഡ് എവറിവെയർ ഇൻ എനിവെയർ. സോ അത് തടയാനും കൂടി വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, so infant mortality rate, maternal mortality rate, total fertility rate, sex ratio at birth and child sex ratio, ഇത് എല്ലാത്തിനെയും കീ പാരാമീറ്റർ എന്ന് പറയുന്നത് വിമൻ്റെ മാരേജ് തന്നെയാണ്. സോ അതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്യൂ. നിങ്ങൾക്ക് അതിൻ്റെ ഫോറും എഗെയിൻസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് പോവാം. ജീനോം സീക്വൻസിങ്. സോ എന്താണ് ജീനോം സീക്വൻസിങ്? സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ കൊറോണ വൈറസിൻ്റെ ജീനോം സീക്വൻസ് ചെയ്യുന്നതെന്നൊക്കെ അല്ലേ. സോ നമ്മുടെ ഇൻഡിജൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, ഇൻഡിജൻ. ഓക്കെ, അപ്പോൾ അതിൽ 2 സംഭവങ്ങളുണ്ട്. ഒന്ന് എന്താണ് ഇന്ത്യ ആൻഡ് ദെൻ ഇസ് ജെനറ്റിക്സ് അല്ലേ. ഓക്കെ, അപ്പോൾ CSIRൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഇൻഡിജൻ പ്രൊജക്റ്റ്. അത് 6 മാസം കൊണ്ട് പബ്ലിഷ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്താണ്. എന്താണ് ഇൻഡിജൻ പ്രൊജക്റ്റ് എന്ന് അത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ജീനോം എന്ന് പറയുന്നതിന് നമ്മൾ അധികം അങ്ങനെ പഠിച്ചിട്ടില്ല. ഇന്ത്യൻ ജീൻസ് നമ്മളങ്ങനെ പഠിച്ചിട്ടില്ല. സോ ഇന്ത്യൻ ജീനോം വേരിയേഷൻ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ വരുന്ന ഡിസീസും ഇതിന് മുന്നേ വന്നിട്ടുള്ള ഡിസീസും നമുക്ക് എങ്ങനെ അതിനെ ചേർത്ത് നിർത്താം എന്ന് പറയുന്ന ഒരു ജീൻ എടുത്താൽ നമുക്ക് ആ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു ഹെൽത്ത് പരമായിട്ടും ജനറ്റിക്കൽ പരമായിട്ടും പല വിവരങ്ങൾ നമുക്ക് കിട്ടും. സോ ആ രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ ഒരു ജീനോം സീക്വൻസിങ് വഴി നമുക്ക് കിട്ടുന്നത്. സോ എന്താ പറയുക ഇന്ത്യൻ ജീനോം വേരിയേഷൻ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ എന്താ പറയുന്നത് നമ്മൾ ജനറ്റിക് ജീനോം സീക്വൻസ് വഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജനറ്റിക് ഡിസീസസിൻ്റെ എപ്പിഡമിയോളജി അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹീമോഫീലിയ ആ രീതിയിലുള്ള. പിന്നെ കാരിയർ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ നമുക്ക് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക് പരമായിട്ട് ഡിസീസ് ഉണ്ടാവുമോ ആ രീതിയിൽ എന്തെങ്കിലും വേണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ജീനോം സീക്വൻസ് വഴി സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ഫാർമക്കോജനറ്റിക്. എന്താണ് ഫാർമക്കോജനറ്റിക്? സോ ഫാർമക്കോജനറ്റിക് എന്ന് പറയുന്നത് ഡ്രഗ് റിയാക്ഷൻ. നമുക്കറിയാം ചിലർക്ക് വലിയ രീതിയിൽ അലർജി ഉണ്ടാവും, ചിലർക്ക് ചില ഡ്രഗ്സ് കഴിക്കും, ചില മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാകും, ചില പെട്ടെന്ന് മരിക്കുന്നുണ്ടോ. അപ്പോൾ ആ രീതിയിലുള്ള ഏതെങ്കിലും ഡ്രഗ് റിയാക്ഷൻ വരുന്നുണ്ടോ എന്ന് അറിയാനും സഹായിക്കും. അത് ഈ ഫാർമ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഡ്രഗ്സ്. കോജനറ്റിക് എന്ന് പറയുമ്പോൾ അറിയാം ജനറ്റിക്കൽ പരമായിട്ട്. സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് UPSCക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ യു ഹാവ് ടു ഡെസിഫർ ഇറ്റ്. ഓരോ വേർഡ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീകോഡ് ചെയ്യാൻ പറ്റും. സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് ഏറ്റവും കൂടുതൽ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും കുറവ് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നത് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, മീഡിയൽ ഹിസ്റ്ററിയാണ്. നിങ്ങളത് ഡീകോഡ് ചെയ്യാൻ പോയാൽ നിങ്ങളുള്ള മാർക്കും കൂടെ പോകും. സോ ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, മാക്സിമം നിങ്ങൾ ബാക്കിയുള്ള ഏരിയ സ്കോർ ചെയ്യുക. അൺടിൽ ആൻഡ് അൺലെസ്
നിങ്ങൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആൻഡ് മിഡിവൽ ഹിസ്റ്ററിയിൽ വലിയ പുലികൾ ആണെങ്കിൽ മാത്രം ആ ഏരിയ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ യു ഹാവ് ടു പ്ലേ എ സേഫ് ഗെയിം, അല്ലെങ്കിൽ യു ബി ഔട്ട് ഓഫ് ദി ഗെയിം. ഓക്കെ, അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ ജനറ്റിക് ഡൈവേഴ്സിറ്റി. അത് നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്, ആ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് എത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ അവിടെ എത്രത്തോളം ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടാവുമെന്ന് വൺ ക്യാൻ ഇമാജിൻ, റൈറ്റ്? അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ്. സോ അതുകൊണ്ട് തന്നെ വി ഹാവ് ഓൾമോസ്റ്റ് 1.3 ബില്യൺ ഇൻഡിവിജ്വൽസ് എൻകംപാസിങ് അബൌട്ട് 17% ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ. സോ വേൾഡ് പോപ്പുലേഷൻ്റെ 17% ഇന്ത്യയിൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ മാത്രമല്ല 4,500 ആന്ത്രപ്പോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് പോപ്പുലേഷൻസ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. സോ ദാറ്റ് മീൻസ് ഇന്ത്യ ഇസ് എ ഡൈവേഴ്സ് കൺട്രി. നമ്മൾ റിച്ച് ആൻഡ് ഡൈവേഴ്സ് എന്ന് പറയുന്ന പോലെ ആ ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു ജിനോം ഡൈവേഴ്സിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം നോക്കാം. എന്താണ് ഇൻഡിജൻ അല്ലേ? എന്താണ് ഇൻഡിജൻ? സോ അബൌട്ട് ഇൻഡിജൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോൾ ജിനോം സീക്വൻസിങ് ഓഫ് 1000 ഇന്ത്യൻ ഇൻഡിവിജ്വൽ. 1000 ഇന്ത്യൻ ഇൻഡിവിജ്വൽസിൻ്റെ ഹോൾ ആയിട്ടുള്ള ജിനോം സീക്വൻസിങ് ആണ് നടക്കുന്നത്. അപ്പോൾ അത് ഈ 1000 ആൾക്കാരെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഫണ്ടഡ് ബൈ CSIR. ആരാണ് ഫണ്ട് ചെയ്യുന്നത്? CSIR ആണ്. CSIR ഈസ് ദ ലാർജസ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ അണ്ടർ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മിനിസ്ട്രിയിലെന്നും കൂടെ നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഓഫൻ ചോദിക്കാറുണ്ട്. ഒന്ന്, നിങ്ങളൊരു സ്കീം തുടങ്ങി ആ സ്കീമിൻ്റെ ഫണ്ടിങ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അത്. 2, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചെയ്തത്. 3, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കാം. അടുത്തത്, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പൈലറ്റ് ഡാറ്റാ സെറ്റാണ്. നമ്മൾ പറഞ്ഞില്ല 1000 ആൾക്കാരെയാണ് നമ്മൾ എടുക്കുന്നത്. സോ പൈലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ഫിക്സ് ചെയ്തെടുത്തിട്ട് സ്പെഷ്യലൈറ്റ് ചെയ്തിട്ട് ആ ഒരു ആൾക്കാരെ വെച്ചാൽ അപ്പോൾ ഒരു പൈലറ്റ് ഡാറ്റാ സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ ആ പൈലറ്റ് ഡാറ്റാ സെറ്റ് അനുസരിച്ചിട്ടാണ് ഒരു ജനറ്റിക് എപ്പിഡമോളജി ഓഫ് കാരിയർ ജനറ്റിക് ഡിസീസസ് ടുവേർഡ്സ് എനേബിളിംഗ് അഫോർഡബിൾ കാരിയർ സ്ക്രീനിങ് അപ്രോച്ചസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഈ 1000 ആൾക്കാരിൽ നിന്ന് നമ്മൾ ജീൻസ് സ്ക്രീൻ ചെയ്ത് അതിൽ നിന്ന് വീണ്ടും കാരിയർ സ്ക്രീൻ ചെയ്ത് അങ്ങനെ സ്ക്രീൻ ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ലാർജർ എക്സസൈസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. മനസ്സിലായി? ഇതൊരു പൈലറ്റ് പ്രൊജക്റ്റാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ലാർജർ എക്സസൈസ് ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ പ്രൊജക്ട് ഇൻവോൾവ് ദി ഹൈദരാബാദ് ബേസ്ഡ് സെൻറ്റർ ഫോർ സെല്ലുലർ മോളിക്കുലർ ബയോളജി CCMB ആൻഡ് CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക് ഇൻറ്റഗ്രേറ്റീവ് ബയോളജി. സോ ഇതിലുള്ള ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് അറിഞ്ഞിരിക്കണം. CCMB. സോ CCMB എന്ന് പറയുന്നത് CCMB എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സെൻട്രൽ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി. ഓക്കെ, CCMB. അടുത്തത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CSIRൻ്റെ അണ്ടറിലുള്ള IGIB, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് ബയോളജി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ DNA ഡാറ്റാ സ്ട്രക്ചർ നോക്കാം. DNA സ്ട്രക്ചർ നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ DNA അല്ലേ. സോ DNA സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം സെല്ലുണ്ട്. അപ്പോൾ നമുക്ക് സെല്ലാണ് ഉള്ളത് ആദ്യം അല്ലേ. സെല്ല്, ന്യൂക്ലിയസിനകത്ത് ക്രോമോസോം. ഈ ക്രോമോസോമിലുള്ള സാധനമാണ് DNA. എന്ത്? ന്യൂക്ലിയോസോം അല്ലേ. ന്യൂക്ലിയോസോമിൽ ഒരുപാട് ഹിസ്റ്റോൺ ഉണ്ട്. സോ ഈ ന്യൂക്ലിയോസോമിനകത്താണ് എന്ത്? ജീൻ അല്ലേ. ഇതാണ് ജീൻ. ഈ ജീനെ നമ്മൾ ഫുൾ ഇങ്ങനെ എന്ത് ചെയ്യാണ് അല്ലേ. അപ്പോൾ DNA സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീക്വൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് ആയിട്ടായിരിക്കും കാണുന്നത്. CAGDTA ആ രീതി ഇങ്ങനെ കുറേ നമ്പേഴ്സാണ്. നിങ്ങൾ ഒരു ടെഡ് ടോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം. ഒരാൾ ഈ ജീൻസിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു സംഭവം, ഒരു ടോക്കുണ്ട്. ഇറ്റ്സ് വെരി നൈസ് ടു ഹിയർ. ഓക്കെ, ടെഡ് ടോക്സ് ഇസ് വെരി വെരി അമേസിങ് ടോക്സ്. അതായത് ഒരുപാട് ആ ഒരു ഏരിയയിൽ പ്രസിദ്ധരായ ആൾക്കാർ സംസാരിക്കുന്നതാണ്. അവരുടെ ടെഡ് സയൻസ് ഉണ്ട്, ടെഡ് കിഡ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ യു ക്യാൻ വാച്ച് ഇറ്റ് ബിക്കോസ് ഫ്രീ ടൈം കിട്ടുമ്പോൾ അതൊക്കെ അതൊക്കെ നോക്കുന്നത് ഇസ് വെരി ഗുഡ്. അപ്പോൾ CSIRൻ്റെ CCMBയും CSIR IGIBയും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രകാരം വന്ന എന്താണ് റിസൾട്ട് അല്ലേ, എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ കാണും. സോ ഫസ്റ്റ് തിങ് വാസ് 1008 ഇന്ത്യൻസ് ആയിരുന്നു നമ്മൾ മെയിനായിട്ട് നോക്കിയത്. അതിൽ 32% ഓഫ് ദി ജനറ്റിക് വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ യുണീക്ക്
32%. അപ്പോൾ ഈ 1008 പേരിലെടുത്തതിൽ 38% ആൾക്കാർക്കും ഒരു ജനറ്റിക് വേരിയേഷൻ, ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 55,898,122 ഇതൊരു നമ്പറാണ് കേട്ടോ. അപ്പോൾ അത്രയും സിംഗിൾ ന്യൂക്ലിയോടൈഡ് വേരിയൻസ് ഇന്ത്യൻ ജീനോം ഡാറ്റ സെറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജീനോം സീക്വൻസിങ് എന്നും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് എൻഡപ്പ് ചെയ്യാം. ജീനോം സീക്വൻസ് എന്ന് പറയുമ്പോൾ ജീനോം എന്ന് വെച്ചാൽ എന്താണ്? ജീനോം എന്ന് വെച്ചാൽ നമ്മുടെ ഡി എൻ എയിലുള്ള ഒരു കണ്ടൻ്റാണ്. ഓക്കെ, ഡി എൻ എയിലുള്ള ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡി എൻ എ ആണ് എന്ന് പറയുന്നത് ജീനോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ക്രോമോസോം ഉണ്ടായിരിക്കും, പിന്നെ അത് ക്രോമോസോമിനകത്ത് തന്നെ ജീൻസ് ഉണ്ടായിരിക്കും. സോ ഇത് ഫുള്ളായിട്ട് നമ്മൾ നോക്കുന്നതാണ് ജീനോം. ഓക്കെ, അപ്പോൾ ഈ ജീനോം എന്ന് പറയുന്നത് 3.2 ബില്യൺ ഡി എൻ എ ബേസ് പെയേഴ്സ് ഉണ്ടെന്നാണ് കണക്ക് പ്രകാരം പറയുന്നത്. 3.2 ബില്യൺ ഡി എൻ എ ബേസ് പെയേഴ്സാണ് ഒരു ജീനോമിലുള്ളത്. ഓക്കെ, ജീനോം കണ്ടെയ്ൻസ് ഓൾ ദി ഡാറ്റ ദറ്റ് ഈസ് നീഡ് ടു ഡിസ്ക്രൈബ് എൻ ഓർഗാനിസം കംപ്ലീറ്റ്ലി. ഒരു ഓർഗാനിസത്തിൻ്റെ ബുദ്ധി മുതൽ കണ്ണിൻ്റെ കളർ മുതൽ അല്ലെങ്കിൽ മുടിയുടെ കളർ മുതൽ എന്താ പറയുക നഖത്തിൻ്റെ ഷേപ്പ് വരെ ഡിസൈൻ ചെയ്ത് നമ്മുടെ ദൈവം വിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഡി എൻ എ. ഓക്കെ, അല്ലെങ്കിൽ ജീനോം. അപ്പോൾ അതിലെല്ലാം സംഭവം ഈ ജീനോം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരാളുടെ ഫുൾ തിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടുത്താൻ പറ്റും. ഓക്കെ, സോ അതായത് ജീനോം. അങ്ങനെ ജീനോം സീക്വൻസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട് ഓർഡർ ഓഫ് ബേസ് പെയേഴ്സ് ഒരു ഇൻഡിവിജ്വൽ വരുമ്പോൾ എങ്ങനെയാണത് ഷോക്കേസ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ആൻഡ് ദ ഡാറ്റ ക്യാൻ ബി അനലൈസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഫങ്ഷൻസ് ഓഫ് വേരിയസ് ജീൻസ്, ഐഡൻറ്റിഫൈ ജനറ്റിക് മ്യൂട്ടേഷൻ ആൻഡ് എക്സ്പ്ലോർ ഹൗ ദി മ്യൂട്ടേഷൻ ഇമ്പാക്ട് ജീൻ ഫങ്ഷൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ജനറ്റിക് മ്യൂട്ടേഷനാണ്. അപ്പോൾ ഈ ജനറ്റിക് മ്യൂട്ടേഷൻ എന്തുമാത്രം ഒരാളുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരാളുടെ ജീൻ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുന്നുവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ സോ താങ്ക് യു ഫോർ ലിസണിങ്. ആൻഡ് ഇതാണ് നമ്മുടെ ജീനോം സീക്വൻസിങ്. ഇതേപോലത്തെ കൂടുതലായിട്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിരിക്കും വരും.